പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. കേരള ഗവർണൻസിന്റെ 11ാമത് ക്ലാസ്സിലേക്ക് നമ്മൾ പോവാണ്. ഇന്നു മുതൽ അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കേരള എക്കോണമിയുടെ ഒരു സപ്പോർട്ടാണ് എന്ന് നമുക്ക് പറയാം. കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റിയും, രണ്ട്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും. ഇതില് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോൾ സാമൂഹിക സുരക്ഷ എന്നർത്ഥം, അല്ലെ? സാമൂഹിക സുരക്ഷ ആർക്കൊക്കെയാണ് വേണ്ടി വരിക? കുട്ടികൾക്കുണ്ട്, വയോജനങ്ങൾക്കുണ്ട്, അല്ലെ? വനിതകളുടെ സംരക്ഷണമുണ്ട്, അംഗപരിമിതരുടെ സംരക്ഷണമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംരക്ഷണമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിച്ചുറപ്പിക്കുവാനായിട്ട് പോവുക. നമുക്ക് ആരംഭിച്ചാലോ? യെസ്, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി. ആദ്യം ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളും PSC റീസെന്റ് ആയി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ള വയോജന സംരക്ഷണത്തെ കുറിച്ചുള്ള ആദ്യ ഭാഗവും നമ്മൾ ഇന്നേ ദിവസം പഠിക്കും. കൂടാതെ നമ്മൾ ഈ ഒരു മേഖല പഠിക്കുമ്പോൾ ഓരോ വിഭാഗത്തിന്റെ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ നമുക്ക് പഠിക്കണം. അത്രയും പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, തുടർന്നുള്ള ക്ലാസ്സിൽ അംഗപരിമിതരുടെ സംരക്ഷണം, അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ നയം, അതിന്റെ പദ്ധതികൾ ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ആരംഭിച്ചാലോ? ആരംഭിക്കാം. സാമൂഹിക നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ആ വാക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നേ. ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ നീതി എന്ന് പറയുമ്പോൾ എത്ര തരത്തിലുള്ള നീതിയുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. രാഷ്ട്രീയ നീതിയെ മറ്റൊരു തരത്തിൽ ജനാധിപത്യ നീതി എന്ന് പറയാം. ഓക്കെ, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി. ഇതിൽ രാഷ്ട്രീയ നീതി എന്ന വാക്കിന് പകരം എന്ത് ഉപയോഗിക്കാം? ജനാധിപത്യ നീതി എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും നീതി ഉറപ്പുവെക്കുക. നീതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അർത്ഥം? സാമൂഹിക നീതിയുണ്ട്, സാമ്പത്തിക നീതിയുണ്ട്, പിന്നെ രാഷ്ട്രീയ നീതിയുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമല്ലേ, അതുകൊണ്ട് രാഷ്ട്രീയ നീതി നമുക്ക് ഇന്ന് പറയാം, ജനാധിപത്യ നീതി എന്ന് പറയാം. സാമൂഹിക നീതി വകുപ്പ് നിലവിൽ വന്നത് 1975 സെപ്റ്റംബർ മാസം 9-ാം തീയതി. ഡേറ്റ് മറക്കരുത്, 1975 സെപ്റ്റംബർ മാസം 9-ാം തീയതി. ഐക്യരാഷ്ട്രസഭയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹ്യ സംരക്ഷണത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ ക്ഷേമത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് എന്താണോ തടസ്സം നിൽക്കുന്നത്, പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെ തടയുക, ആ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹിക സംരക്ഷണത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് SCERT ഫാക്ട് ആണ് കേട്ടോ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാം. ജനങ്ങളുടെ ക്ഷേമത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെ തടയുക, അവയെ മറികടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയാണ് സാമൂഹിക നീതി ഡയറക്ടറേറ്റ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള് ഒത്തിരി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുക. നമ്മള് സ്കീംസ് ഒക്കെ നമ്മൾ പറയില്ലേ, ഈ സ്കീംസ് നടപ്പിലാക്കേണ്ടത് ആരാ? സാമൂഹിക നീതി ഡയറക്ടറേറ്റ് ആണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, അതാണ് നമ്മുടെ ഡയറക്ടറേറ്റ് എന്ന് പറയുക. സാമൂഹിക നീതി ഡയറക്ടറേറ്റ് ആണ് ഇത് നടപ്പിലാക്കേണ്ട പ്രധാന കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. സാമൂഹിക നീതി ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുക. നീതി എന്നത് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതിയാണ് നമ്മൾ ഇവിടെ കടം കൊള്ളേണ്ടത്. നീതി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള നീതിയുണ്ട്: സാമൂഹിക നീതി, സാമ്പത്തിക നീതി, കൂടാതെ രാഷ്ട്രീയ നീതിയും.
പ്രാബല്യത്തിൽ വന്നത് 1975 സെപ്റ്റംബർ മാസം 9 ഐക്യരാഷ്ട്രസഭയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹിക സംരക്ഷണത്തെ നിർവചിച്ചിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ ക്ഷേമത്തെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ തടയുകയും ആ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടുകയും ചെയ്യണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ സാമൂഹിക നീതി ഡയറക്ടറേറ്റുമാണ്. സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നു, സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളാണ് സാമൂഹിക നീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, കൂടാതെ അവയുടെ അനുബന്ധ ഏജൻസികൾ. ഈ അനുബന്ധ ഏജൻസികൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള നേരിട്ടുള്ള സംരക്ഷണ സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ ഇവയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, ലാഭ ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അഥവാ NGOകളുമുണ്ട്. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അഥവാ NGOകളുണ്ട്. അവയെ കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളൊന്ന് സാമൂഹിക നീതി, വനിതാ ശിശു വികസന വകുപ്പുകളും കൂടാതെ അവയുടെ അനുബന്ധ ഏജൻസികളും. കേരളത്തിൽ 2 തരം സാമൂഹിക ക്ഷേമ പരിപാടികളുണ്ട്. അതായത് ക്ഷേമ പദ്ധതികൾ, സ്കീംസ് ഇല്ലേ, 2 തരത്തിലുള്ള പരിപാടികളാണ് സാമൂഹ്യ ക്ഷേമത്തിന് വരിക. ഒന്ന് പരിപാടികൾ, പ്രോഗ്രാംസ്, നമ്മൾ പഠിക്കുന്ന യോജനാസ്, പദ്ധതികൾ. 2 സ്ഥാപനങ്ങൾ. ഒന്ന് സാമൂഹിക സഹായ പരിപാടികളിലൂടെയുള്ള സംരക്ഷണം, അതായത് യോജനകളിലൂടെയുള്ള സംരക്ഷണം. 2 സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം. ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, സാമൂഹ്യനീതി വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പുകളുടെയും കീഴിലുള്ള അനുബന്ധ ഏജൻസികളുണ്ട്. അത് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, പിന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ശരിയല്ലേ? സംസ്ഥാന സർക്കാരും സർക്കാർ ഇതര സംഘടനകളും, ഇവിടെ സർക്കാർ ഇതര സംഘടനകൾ എന്ന് പറയുന്നതും മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നും പറയുന്നവയാണ് നമ്മൾ ഒറ്റ വാക്കിൽ NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സമിതികൾ നൽകുന്നത്, സർക്കാർ ഇതര സംഘടനകളും സന്നദ്ധ സംഘടനകളും, ട്രസ്റ്റുകൾ, സന്നദ്ധ സംഘടനകൾ, ട്രസ്റ്റുകൾ സമൂഹത്തിലെ ദുർബലരായവർക്ക് സ്ഥാപനങ്ങളിലൂടെ പരിചരണവും സംരക്ഷണവും നൽകുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നോക്കിയേ, നിർഭയ ഷെൽട്ടറുകൾ. ഈ സ്ഥാപനങ്ങളിലൂടെയുള്ള സംരക്ഷണത്തിന് ഉദാഹരണമാണ് നിർഭയ ഷെൽട്ടറുകൾ, പ്രതീക്ഷ ഭവൻ, ചിൽഡ്രൻസ് ഹോം, ആശാഭവനുകൾ, വൃദ്ധസദനങ്ങൾ. വൃദ്ധസദനങ്ങൾ സർക്കാരിന്റെ കീഴിൽ മാത്രമാണോ? ഇല്ല, സ്വകാര്യ മേഖലയിലുണ്ട്. വൃദ്ധസദനം, മഹിളാ മന്ദിരങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തൊഴിൽ നൈപുണ്യ വികസനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അവിടെ കുറെ സ്കിൽസും കുറെ സ്കീമും ഒക്കെ നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? തൊഴിലുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളൊക്കെ പഠിച്ചു. അത് പരിശീലനം നൽകുന്ന പരിശീലന കേന്ദ്രങ്ങളുണ്ട്, അംഗപരിമിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിചരണ കേന്ദ്രങ്ങളുണ്ട്, റെസ്ക്യൂ ഹോമുകളുണ്ട്. ഇവയൊക്കെ എന്തിനുദാഹരണമാണ്? സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന പരിചരണത്തിന് ഉദാഹരണമാണ്. സാമൂഹ്യ സഹായ പരിപാടികൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, അത് നമ്മൾ ഇതിനെ തുടർന്ന് പഠിക്കും കേട്ടോ. ഇവയെ കുറിച്ചും പഠിക്കും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കിയ സ്ലൈഡ്. സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളാണ് സാമൂഹിക നീതി, വനിതാ ശിശു വികസന വകുപ്പുകൾ കൂടാതെ അവയുടെ അനുബന്ധ ഏജൻസികൾ. കേരളത്തിൽ 2 തരം സാമൂഹ്യക്ഷേമ പരിപാടികളുണ്ട്. സാമൂഹ്യ സഹായ പരിപാടികളിലൂടെയും 2 സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം. സംസ്ഥാന സർക്കാരും സർക്കാർ ഇതര സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും സമൂഹത്തിലെ ദുർബലരായവർക്ക് സ്ഥാപനങ്ങളിലൂടെ പരിചരണവും സംരക്ഷണവും നൽകുന്നു. അത്തരം സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം നിർഭയ ഷെൽട്ടർ ഹോമുകൾ, പ്രതീക്ഷ ഭവൻ, ചിൽഡ്രൻസ് ഹോം, ആശാഭവൻ, വൃദ്ധസദനം, മഹിളാ മന്ദിരം, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അംഗപരിമിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിചരണ കേന്ദ്രങ്ങൾ, റെസ്ക്യൂ ഹോമുകൾ എന്നിവ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നു കേരള സംസ്ഥാന സാമൂഹ്യ ക്ഷേമ ബോർഡ്. കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് രൂപീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. സാമൂഹ്യ നീതി വകുപ്പ് രൂപീകരിച്ചത് 1975 സെപ്റ്റംബർ മാസം 9 തീയതിയാണ്. 1975 സെപ്റ്റംബർ മാസം 9 തീയതി.
ഇവിടെ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് രൂപീകരിച്ചത് 1954 കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് രൂപീകരിച്ചത് 1954. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദു. സാമൂഹ്യക്ഷേമ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുരയാണ്. അപ്പൊ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് രൂപീകരിച്ചത് 1954. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിലവിൽ ആർ ബിന്ദുവാണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ്. എന്താണ് കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമൂഹ്യ പരിപാടികൾ, അതായത് നമ്മൾ യോജന എന്ന് പറയില്ലേ, സാമൂഹ്യ സഹായ പരിപാടികൾ ലക്ഷ്യമിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരമായ ഉപജീവന മാർഗങ്ങളില്ലാത്തതോ കുറവുള്ളതോ ആയ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. സാമൂഹ്യ സഹായ പരിപാടികളുടെ ലക്ഷ്യം എന്താണ്? സ്ഥിരമായ ഉപജീവന മാർഗങ്ങളില്ലാത്തതോ അല്ലെങ്കിൽ കുറവുള്ളതോ ആയ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. മറക്കില്ലല്ലോ. അപ്പോൾ സാമൂഹ്യ സഹായ പരിപാടികൾ ലക്ഷ്യമിടുന്നത് സ്ഥിരമായ ഉപജീവന മാർഗങ്ങളില്ലാത്തതോ അല്ലെങ്കിൽ കുറവുള്ളതോ ആയ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. നിർധന കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള പ്രധാന പരിപാടിയാണ് അഗതിരഹിത കേരളം എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അഗതിരഹിത കേരളം എന്ന് പറയുന്ന പദ്ധതി സ്ഥിരം PSC ചോദിക്കുന്നതാണ്, മറന്നുപോകരുത്. നിർധന കുടുംബങ്ങളെ കണ്ടെത്തുക, അവരെ പുനരധിവസിപ്പിക്കുക, ആ പുനരധിവാസം നിരീക്ഷിക്കുക, ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നിരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ നിർധന കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള പ്രധാന പദ്ധതിയാണ് അഗതിരഹിത കേരളം എന്ന പേരിൽ അറിയപ്പെടുക. മറക്കില്ലല്ലോ. അപ്പൊ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് നിലവിൽ വന്നത് 1954. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദുവാണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ്. സാമൂഹ്യക്ഷേമ പരിപാടികൾ ലക്ഷ്യമിടുന്നത് പ്രധാനമായും സ്ഥിരമായ ഉപജീവന മാർഗങ്ങളില്ലാത്തതോ കുറവുള്ളതോ ആയ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇവിടെ ഉപജീവന മാർഗം എന്ന് പറയുമ്പോൾ എന്താണ് ഉപജീവനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം? അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ 3 എന്നാൽ ഉപജീവനത്തിനുള്ള ആവശ്യങ്ങൾ 5 നമ്മൾ സ്ഥിരം പഠിക്കുന്നത് അല്ലെ. അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. എന്നാൽ ഉപജീവനത്തിനുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ 2 കൂടെ വരും. എന്തൊക്കെയാ? വിദ്യാഭ്യാസവും ആരോഗ്യവും ഇൻഷുറൻസും. അതൊരുമിച്ച് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോ ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങൾ: ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, കൂടാതെ വിദ്യാഭ്യാസം വേണം, ആരോഗ്യവും ഇൻഷുറൻസും. ക്ലിയർ? ഈ 5 കാര്യങ്ങളും നേടുന്നതിന് പ്രാപ്തമല്ലാത്തവരെ കണ്ടെത്തി എന്ത് ചെയ്യുക? ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക എന്നതാണ് സാമൂഹ്യ സഹായ പരിപാടികൾ ലക്ഷ്യമിടുന്ന പ്രധാന കാര്യം. ഓക്കെ, അപ്പോ കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് രൂപീകരിച്ചത് 1954 മറക്കരുത്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂജപ്പുരയുമാണ്. പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ. ആർക്കൊക്കെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുക? വാർദ്ധക്യകാല പെൻഷൻ, അതായത് 60 വയസ്സിന് ശേഷമുള്ളവർക്ക്. വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കായുള്ള പെൻഷൻ, കൂടാതെ കർഷക തൊഴിലാളി പെൻഷൻ. ഇവയാണ് നിലവിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ. കേരളത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ ഏതൊക്കെയാണ്? വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സിന് മേലെ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് പെൻഷൻ സാധാരണ വിതരണം ചെയ്യുക. ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതും ആര് തന്നെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതായത് പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി. ഓക്കെ, അപ്പോ പെൻഷൻ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് കാണപ്പെടുന്നത് വയനാട് ജില്ലയിലുമാണ്. ഏറ്റവും കൂടുതൽ പേർ കാണപ്പെടുന്നത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് കാണപ്പെടുന്നത് എവിടെയാണ്? വയനാടുമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് പ്രധാനമായും ആർക്കൊക്കെ? വയോജനങ്ങൾക്ക്, അംഗപരിമിതർക്ക്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക്, പിന്നെ സാമൂഹിക പ്രതിരോധമുള്ളവർക്ക്.
ഈ സാമൂഹ്യ പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയെല്ലാം നമുക്ക് കിട്ടും അല്ലെ? സാമൂഹ്യനീതി വകുപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആർക്കൊക്കെ ലഭ്യമാക്കുന്നേ? വയോജനങ്ങൾക്കുണ്ട്, അംഗപരിമിതർക്കുണ്ട്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുണ്ട്, സാമൂഹിക പ്രതിരോധത്തിൽ കഴിയുന്നവരുണ്ട്. ഈ സാമൂഹിക പ്രതിരോധം എന്ന് പറയുമ്പോൾ ലഘുവായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ജയിലിൽ ആവുകയും ചെയ്യുന്ന ലഘുവായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം. പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളെയാണ് നമ്മൾ ലഘുവായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുക. ആ ലഘുവായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ വീണ്ടും സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് സാമൂഹിക പ്രതിരോധ നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മളിനി ഈ ക്ലാസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആർക്കൊക്കെ? വയോജനങ്ങൾ ലഭ്യമാക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അംഗപരിമിതർക്ക് ലഭ്യമാക്കും, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും സാമൂഹിക പ്രതിരോധമുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യും? സംരക്ഷിക്കും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ ഈ സ്ലൈഡ്? പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ: വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സിന് മേലെ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കൂടാതെ കർഷക തൊഴിലാളി പെൻഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ വയനാട്. സാമൂഹ്യനീതി വകുപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് വയോജനങ്ങൾക്ക്, അംഗപരിമിതർക്ക്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്, കൂടാതെ സാമൂഹിക പ്രതിരോധമുള്ളവർക്ക്. ഓക്കെ, യെസ്. ഇനി അടുത്ത് നമ്മൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം. സംസ്ഥാന വയോജന നയം. സംസ്ഥാന വയോജന നയം പ്രഖ്യാപിച്ചത് 2013. 60 വയസ്സിന്മേൽ പ്രായമുള്ള പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക. എത്രയാ? 60 വയസ്സിന് മേൽ പ്രായമുള്ള പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നതാണ് 2013 സംസ്ഥാന വയോജന നയത്തിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ സംസ്ഥാന വയോജന നയത്തിന്റെ ലക്ഷ്യം എന്താണ്? 60 വയസ്സിന് മേൽ പ്രായമുള്ള പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണം, കൂടാതെ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. സംരക്ഷണം എന്ന് പറയുമ്പോൾ അവർക്ക് ഉപജീവനത്തിനുള്ള അവകാശം ഉറപ്പു നൽകണം. നീതി എന്ന വാക്ക് നമ്മൾ പറഞ്ഞു അല്ലെ? രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, സാമൂഹിക നീതി, ഇത് 3 ഉറപ്പുവരുത്തണം. അതാണ് ക്ഷേമവും സംരക്ഷണവും എന്നതുകൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുക. 2013 കേരള സംസ്ഥാന വയോജന നയം പ്രഖ്യാപിക്കാനുണ്ടായ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. ഇത് നമ്മൾ പിന്നീട് വിശദമായി നിയമം പഠിക്കും കേട്ടോ. എങ്കിലും ഇവിടെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചിങ്ങനെ പോകും. അപ്പോ 2013 കേരള സംസ്ഥാന വയോജന നയം പ്രഖ്യാപിക്കാനുള്ള അടിസ്ഥാന നിയമം ഏതെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. ഈ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29 അതായത് ഇന്ത്യയില് പൊതുവായി നിലവിൽ വന്നത് 2007 ഡിസംബർ 29 എന്ന് പറയാം. എന്നാൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 2008 സെപ്റ്റംബർ 24. കാരണം വയോജന സംരക്ഷണം എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പായിട്ട് അവിടെ വരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കേണ്ടതാരാണ്? സംസ്ഥാന സർക്കാരാണ്. അപ്പൊ കേന്ദ്രത്തിൽ പ്രാബല്യം കൊണ്ടുവന്നു കഴിഞ്ഞാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. അപ്പോൾ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം പാസ്സാക്കിയത് 2007. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29. എന്നാൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നതോ 2008 സെപ്റ്റംബർ മാസം 24. 2008 സെപ്റ്റംബർ മാസം 24. ഇനി അടുത്ത നമ്മൾ പറയുന്നു, എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? മക്കളോ ബന്ധുക്കളോ സഹായിക്കാൻ തയ്യാറല്ലാതെ വരുമ്പോൾ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ മാതാപിതാക്കളും മുതിർന്ന പൗരന്മാരും അപേക്ഷ സമർപ്പിക്കേണ്ടത് മെയിന്റനൻസ് ട്രിബ്യൂണലിനാണ്. ഓക്കെ, മെയിന്റനൻസ് ട്രിബ്യൂണലിനാണ്. ഈ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അഥവാ ഉത്തരവ് നൽകേണ്ട ഉദ്യോഗസ്ഥൻ. മെയിന്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ സമിതിയാണ്.
ജുഡീഷ്യറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 323 വകുപ്പിന് കീഴിലാണ് മെയിന്റനൻസ് ട്രിബ്യൂണൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആര് എന്ന് ചോദിച്ചാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ നമ്മൾ RDO എന്ന് പറയും. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് എന്ന് പറഞ്ഞ അധ്യക്ഷൻ, അതായത് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ, RDO എന്ന് നമ്മൾ ചുരുക്കി പറയും. അങ്ങനെ മക്കളോ ബന്ധുക്കളോ സഹായിക്കാൻ തയ്യാറല്ലാതെ വരും. ഈ മക്കളോ ബന്ധുക്കളോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വത്ത് അനുഭവിക്കുന്നത് ആരാണോ അവർ. അത് മക്കളാണെങ്കിൽ മക്കള്, ബന്ധുക്കളായ മറ്റാരെങ്കിലാണെങ്കിൽ അവര്. ഓക്കെ. ഇനി സ്വത്ത് അനുഭവിച്ചാലും ഇല്ലെങ്കിലും മക്കള് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഈ നിയമത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ മക്കളോ ബന്ധുക്കളോ സഹായിക്കാൻ തയ്യാറല്ലാതെ വരുമ്പോൾ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ എന്ത് ചെയ്യണം? മാതാപിതാക്കളോ മുതിർന്ന പൗരന്മാരോ, 60 വയസ്സിന് കഴിഞ്ഞുള്ള ആരാണെങ്കിലും, കൂടാതെ 60 വയസ്സിനുള്ളിലുള്ള മാതാപിതാക്കളാണെങ്കിൽ കൂടി, 60 വയസ്സായിട്ടില്ല, 55 ആയിട്ടുള്ളൂ, അപ്പൊ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കേസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയാം. മുതിർന്ന പൗരന്മാർ എന്ന് പറഞ്ഞാൽ 60 വയസ്സിനുള്ള പ്രായമുള്ളവർ, കൂടാതെ മാതാപിതാക്കളും അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അധികാരി സ്പെഷ്യൽ ഓഫീസർ ആരാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ. അങ്ങനെ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് പരാതി കൊടുത്താൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ത് ചെയ്യും? ഉത്തരവ് നൽകണം. മെയിന്റനൻസ് അലവൻസ്, അതായത് മക്കളോ ബന്ധുക്കളോ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടി 10,000 രൂപയോ അതിൽ കൂടുതലോ എന്ത് ചെയ്യണം? മെയിന്റനൻസ് അലവൻസ് നൽകണമെന്ന് ആർക്ക് വിധിക്കാം? റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് വിധിക്കാം. ഈ നിയമം പാസാക്കിയ സമയത്ത് പരമാവധി 10,000 രൂപ എന്നായിരുന്നു കേട്ടോ. പരമാവധി 10,000 രൂപ എന്നായിരുന്നു. എന്നാല് പിന്നീട് 2017-18 കാലഘട്ടത്ത് ആ നിബന്ധന അങ്ങ് ഒഴിവാക്കി. പരമാവധി 10,000 രൂപ എന്ന നിബന്ധന ഒഴിവാക്കി 10,000 രൂപയോ അതിൽ കൂടുതലോ എന്നാക്കി മാറ്റി. അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും കുറഞ്ഞത് എത്ര രൂപയെങ്കിലും കൊടുത്തിരിക്കണം? 10,000 രൂപയെങ്കിലും മെയിന്റനൻസ് അലവൻസ് കൊടുത്തിരിക്കണം. ഇത് ഒരു വർഷത്തേക്കുള്ളതാണോ? അല്ല, പ്രതിമാസ അലവൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇനി ട്രിബ്യൂണലിന്റെ ഉത്തരവ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ അധ്യക്ഷനായ മെയിന്റനൻസ് ട്രിബ്യൂണല് 10,000 രൂപ കൊടുക്കണമെന്ന് വിധിച്ചു. ഇതിന്റെ പേരില് മക്കൾക്കോ മറ്റ് ബന്ധുക്കൾക്കോ കോടതിയെ സമീപിക്കാൻ കഴിയോ? ഇല്ല. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ്. ട്രിബ്യൂണലിന്റെ ഉത്തരവ് സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. എങ്കിലും പരാതി ഉണ്ടെങ്കിൽ പക്ഷെ ആരെ സമീപിക്കും? കോടതിയിൽ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമാണ് എടുത്ത് പറയും. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ വിധിയിൽ നമുക്ക് അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? പരാതി കൊടുക്കേണ്ടത് ജില്ലാ കളക്ടർക്കാണ്. ഓക്കെ. അപ്പൊ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അപ്പീൽ അധികാരി ജില്ലാ കളക്ടർ ആയിരിക്കും. ഇനി റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ത് ചെയ്തു? 10,000 രൂപ കൊടുക്കാൻ വിധിച്ചു. ഓരോ മാസവും റവന്യൂ ഡിവിഷണൽ ഓഫീസർ പോയി അത് പരിശോധിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് മെയിന്റനൻസ് ഓഫീസർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആയിരിക്കും. ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആണ് മെയിന്റനൻസ് ഓഫീസർ എന്ന് പറയുന്നത്. അതായത് കൃത്യമായി പരിശോധിക്കേണ്ട ചുമതല ആർക്കാണ്? ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ്. ഓക്കെ. അപ്പൊ മൂന്നും നമ്മൾ മാറിപ്പോകരുത്. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അധികാരി റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അപ്പീൽ അധികാരി ജില്ലാ കളക്ടർ. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെയോ അല്ലെങ്കിൽ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അപ്പീൽ അധികാരിയോ ഒരു വിധി പ്രസ്താവിച്ചാൽ അത് നടപ്പിലാക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥൻ മെയിന്റനൻസ് ഓഫീസർ ആരായിരിക്കും? ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആയിരിക്കും. ഓക്കെ. അപേക്ഷ തീയതി മുതൽ പരമാവധി 90 ദിവസത്തിനുള്ളിൽ അപേക്ഷന്മേൽ തീർപ്പ് കൽപ്പിക്കണം. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോ മുതിർന്ന പൗരന്മാരോ ഒരു പരാതി സമർപ്പിച്ചാൽ പരമാവധി 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അതിന്റെ വിധി പ്രസ്താവിച്ചിരിക്കണം എന്നർത്ഥം. ഓക്കെ. ഇനി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പിന്തുടർച്ച അവകാശികൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് അനുഭവിക്കുന്നവർ, പിന്തുടർച്ച അവകാശികൾ, അത് മക്കളായിക്കോട്ടെ മറ്റു ബന്ധുക്കളായിക്കോട്ടെ, സംരക്ഷണം നിരസിച്ചാൽ, ഈ ഉത്തരവ് നിരസിച്ചാൽ 3 മാസം കഠിന തടവും 5,000 രൂപ പിഴശിക്ഷയും ലഭിക്കും. 3 മാസം കഠിന തടവും 5,000 രൂപ പിഴശിക്ഷയും ലഭിക്കും. ക്ലിയർ? വയോജനങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. PSS ചോദിക്കുന്നതാണ്. 1, അത് കഴിഞ്ഞ് 4, 5, 6, 7.
തുടർച്ചയായുള്ള നമ്പർ 1, അത് കഴിഞ്ഞ് 4, 5, 6, 7. ഓക്കെ, 1, 4, 5, 6, 7. എളുപ്പമല്ലേ? സിമ്പിൾ ആണെന്നേ. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 1999. ദേശീയ കൗൺസിലിന്റെ ചെയർമാൻ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചത് 1999. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചത് 1999. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? തൊട്ടുമുമ്പുള്ള സ്ലൈഡുകൾ. സംസ്ഥാന വയോജന നയം പ്രഖ്യാപിച്ചത് 2013. ലക്ഷ്യം 60 വയസ്സിന്മേൽ പ്രായമുള്ള പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക. അടിസ്ഥാനമായ നിയമം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29. കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 2008 സെപ്റ്റംബർ 24. മക്കളോ ബന്ധുക്കളോ സഹായിക്കാൻ തയ്യാറല്ലാതെ വരുമ്പോൾ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ മാതാപിതാക്കളും മുതിർന്നവരും അപേക്ഷ സമർപ്പിക്കേണ്ടത് മെയിന്റനൻസ് ട്രിബ്യൂണലിനാണ്. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അതായത് പരാതി കേൾക്കേണ്ട ഉദ്യോഗസ്ഥൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDO. മെയിന്റനൻസ് അലവൻസ് 10,000 രൂപയോ അതിൽ കൂടുതലോ. ട്രിബ്യൂണൽ ഉത്തരവ് സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവിടെ പരാതി സമർപ്പിക്കാം. മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. മെയിന്റനൻസ് ഓഫീസറായി നിയമിക്കുന്നത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറെയുമാണ്. അപേക്ഷാ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പിന്തുടർച്ച അവകാശികൾ സംരക്ഷണം നിരസിച്ചാൽ 3 മാസ കഠിന തടവും 5,000 രൂപ വരെ പിഴശിക്ഷയും ലഭിക്കും. വയോജനങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 14567 എങ്ങനെയാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 1999. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതാണ് 1999. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1999. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന നയം എന്തായിരുന്നു? 2013. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം എന്നായിരുന്നു 1999. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിയോജിപ്പിക്കാം. അത് സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ കൂടി വയോജന സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന്. വയോജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വയോജന സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1978 മുതലാണ് കേട്ടോ. വയോജന സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1978. വയോജനങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഇന്ന് നമുക്ക് തൽക്കാലം ഇതുവരെ മതി. കുറച്ചൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. SCET പാഠപുസ്തകത്തിലെ വ്യക്തിയും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കേരള ഗവേണൻസിന്റെ ടോപ്പിക് ആണെങ്കിൽ കൂടി അത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. അപ്പൊ ഇത്രയും നമുക്ക് റിവിഷൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ? റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യാമോ? യെസ്. നമ്മളൊന്ന് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റിയുടെ ആദ്യ ഭാഗത്ത് പഠിച്ചത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കാം. ഓക്കെ, എന്താണ് സാമൂഹ്യ നീതി വകുപ്പ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് പ്രവർത്തിക്കുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. നീതി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതി തന്നെയാണ് ഇവിടെയും പറയേണ്ടത്. നീതി എന്ന് പറയുമ്പോൾ 3 തരം നീതികളുണ്ട്: സാമൂഹിക നീതി, സാമ്പത്തിക നീതി, കൂടാതെ രാഷ്ട്രീയ നീതി എന്നിവ. പ്രാബല്യത്തിൽ വന്നത് 1975 സെപ്റ്റംബർ മാസം 9. ഈവൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹിക സംരക്ഷണത്തെ നിർവചിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ തടയുക, അവയെ മറികടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നേരിടുക, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി എന്ന് പറയുന്നത് സാമൂഹിക നീതി ഡയറക്ടറേറ്റുമാണ്. സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങൾ: 1 സാമൂഹിക നീതി വകുപ്പ്, 2 വനിതാ ശിശു വികസന വകുപ്പ്, പിന്നെ അവയുടെ ഏജൻസികളും, അതായത് അവയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ. കേരളത്തിൽ 2 തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പരിപാടികളുണ്ട്.
ഒന്ന് സാമൂഹ്യ സഹായ പരിപാടികൾ, അതായത് സ്കീംസ്. രണ്ട് സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം. ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് സ്ഥാപനങ്ങൾ വരും? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സംഘടനകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങൾ. ഓക്കെ, ഈ സംഘടനകൾ സമൂഹത്തിൽ ദുർബലരായവർക്ക് സ്ഥാപനങ്ങളിലൂടെ പരിചരണവും സംരക്ഷണവും നൽകുന്നു. അത്തരം സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം നിർഭയ ഷെൽട്ടർ ഹോമുകൾ, പ്രതീക്ഷാ ഭവൻ, ചിൽഡ്രൻസ് ഹോം, ആശാഭവൻ, വൃദ്ധസദനങ്ങള്, പിന്നെ മഹിളാ മന്ദിരങ്ങള്, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. ഈ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ പഠിച്ചില്ലേ? ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഏജൻസികളുണ്ട്. അവയൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിചരണ കേന്ദ്രങ്ങള്, റെസ്ക്യൂ ഹോമുകൾ എന്നിവയും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമായി പറയാം. കേരള സംസ്ഥാന സാമൂഹ്യ ക്ഷേമ ബോർഡ് നിലവിൽ വന്നത് 1954. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര. സാമൂഹ്യ സഹായ പരിപാടികൾ പ്രധാനമായി എന്തിനു വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്? സ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ ഇല്ലാത്തതോ കുറവുള്ളതോ ആയ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇവിടെ ഉപജീവന മാർഗം എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങൾ നേടുവാനുള്ള ഉപജീവനം ഉണ്ടായിരിക്കണം. എന്തൊക്കെ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യവും ഇൻഷുറൻസ്. ക്ലിയർ? നിർധന കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള പ്രധാന പരിപാടിയാണ് അഗതിരഹിത കേരളം പദ്ധതി. പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ പരിശോധിക്കാം. കേരളത്തിൽ നിലവിൽ വാർദ്ധക്യകാല പെൻഷനുണ്ട്, വികലാംഗ പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, 50 വയസ്സിന് മേൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷനുണ്ട്, കൂടാതെ കർഷക തൊഴിലാളി പെൻഷനുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ പെൻഷന് വേണ്ടിയിട്ടുള്ള ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉള്ളത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ വയനാടുമാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് ആർക്കൊക്കെ? വയോജനങ്ങൾക്ക്, അംഗപരിമിതർക്ക്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ വ്യക്തികൾക്ക്, സാമൂഹിക പ്രതിരോധം അനുഭവിക്കുന്നവർക്ക്, അതായത് കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ ആരോപിക്കപ്പെടുന്ന ലഘു കുറ്റകൃത്യം ചെയ്തവർ, പരമാവധി 3 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ളവരെയാണ് നമ്മൾ സാമൂഹ്യ പ്രതിരോധം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നമ്മൾ ഇനി അങ്ങോട്ട് ഇവരെ കുറിച്ചാണ് പഠിക്കുക. അതിൽ ആദ്യം വയോജന സംരക്ഷണത്തെ കുറിച്ച്. സംസ്ഥാന വയോജന നയം പ്രഖ്യാപിച്ചത് 2013. ലക്ഷ്യം 60 വയസ്സിന്മേൽ പ്രായമുള്ള പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക. കാരണമായ അടിസ്ഥാന നിയമം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമവും 2007. പ്രസിഡന്റ് ഒപ്പുരേഖപ്പെടുത്തിയത് 2007 ഡിസംബർ മാസം 29-ാം തീയതി. കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് 2008 സെപ്റ്റംബർ മാസം 24-ാം തീയതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയുന്നു, മക്കളോ ബന്ധുക്കളോ സഹായിക്കാൻ തയ്യാറല്ലാതെ വരുമ്പോൾ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ മാതാപിതാക്കളും മുതിർന്നവരും അപേക്ഷ സമർപ്പിക്കേണ്ടത് മെയിന്റനൻസ് ട്രിബ്യൂണലിനാണ്. മെയിന്റനൻസ് ട്രിബ്യൂണലിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDO. മെയിന്റനൻസ് അലവൻസായി RDOയ്ക്ക് വിധിക്കാൻ കഴിയുന്നത് 10,000 രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസം കേട്ടോ. ട്രൈബ്യൂണലിലെ ഉത്തരവ് സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനും കഴിയില്ല. മറിച്ച് പരാതി ഉണ്ടെങ്കിലോ മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. മെയിന്റനൻസ് ഓഫീസറായി നിയമിക്കുന്നത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ. അപേക്ഷാ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീർപ്പാക്കപ്പെടണം. സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പിന്തുടർച്ച അവകാശികൾ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ട് നിരസിച്ചാൽ എന്ത് ചെയ്യാം? 3 മാസം വരെ കഠിന തടവും 5,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കും. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 14567. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 1999-ലാണ്. അതിന്റെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ നയം രൂപീകരിച്ചത് 1999-ലാണ്. എന്നാൽ കേരള സംസ്ഥാന വയോജന നയം എന്നായിരുന്നു 2013-ആണ്. മറന്നു പോകരുത്. വയോജന സാക്ഷരതാ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് 1978-ലുമാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കൃത്യമായി തന്നെ പഠിച്ച് ഉറപ്പിക്കുകയും വേണം. ഇതിന്റെ തുടർച്ചയെന്നോണം അടുത്ത ക്ലാസ്സിൽ മറ്റ് പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എത്രയും കൃത്യമായി പഠിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.